നന്നായി ചിരിച്ചോണ്ട് പറയുന്നുണ്ട്. ഉള്ളെന്താണെന്ന് ഏട്ടൻ അറിയാം. ഏട്ടൻ പറഞ്ഞ ഇവിടെ നിൽക്കോ കുറച്ച് നാളുകൂടി? വേണ്ടേട്ടാ, ഈ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താന്നൊക്കെ പറയാറില്ലേ, അതാ നല്ലത്. ഞാനിവിടെ നിന്നതിന്റെ ഉദ്ദേശം പൂർണ്ണമായില്ലേ. എന്റെ ഏട്ടൻ നടന്നല്ലോ. ഞാൻ പോവാ. ഇനി ഇവിടെ നിങ്ങളുടെ ജീവിത, ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ധരണിന്റെയും പ്രിയങ്കയുടെയും. ആശംസകൾ കൊള്ളാം. പക്ഷെ ഈ പറഞ്ഞ 4 പേര് എവിടെയാ നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ മാറുന്നേ. ഏട്ടനിൽ ഏട്ടത്തിക്കുണ്ടായ അയോഗ്യത എന്താ? ഏട്ടൻ തളർന്നിരുന്നു പോയതല്ലേ. അത് മാറിയ പിന്നെന്താ കുഴപ്പം? എല്ലാം തികഞ്ഞൊരു ഭർത്താവിനെ സ്വപ്നം കാണുന്ന ആള് ഇനിയിപ്പോ ഏട്ടനെ കണ്ടാ പോരെ. പിന്നെ വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യം, അവർക്കിടയിൽ എന്തോ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഏട്ടനൊരു നല്ല കുടുംബജീവിതം നയിക്കുമ്പോ ഏട്ടനൊന്ന് വരുണിനെ ഉപദേശിക്കണം. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോ അച്ഛൻ എന്നോട് പറഞ്ഞതാ, പ്രിയങ്കയുടെയും വരുണിന്റെയും ജീവിതത്തിന് നീ കാവലാവണമെന്ന്. തിരിച്ചു പോകുമ്പോ ആ കാവല് ഞാൻ ഏട്ടനെ ഏൽപ്പിക്കാം. എത്ര നന്നായിട്ടാ നീ സംസാരിക്കുന്നേ. എങ്ങനെയാടി നിനക്ക് ഇങ്ങനെ പറ്റണേ? നിന്റെ നിർബന്ധങ്ങളുടെ സ്വഭാവം ഏട്ടൻ അറിയാം. അതുകൊണ്ട് ഏട്ടൻ എന്നെ അപേക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കാണാൻ വരണം നീ. ഏട്ടൻ ആറ്റുവാശ്ശേരിയിലേക്കും വരും. എന്റെ അനിയത്തി അവിടെ ഇല്ലേ? ഏട്ടാ, പിന്നൊരു കാര്യം കൂടിയുണ്ട്. എന്താ? ഏട്ടന് വരുണിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. വരുണിന്റെ ജീവന് എന്തോ ഒരു ആപത്തുണ്ടെന്ന് ഒരു തോന്നല്. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, തോന്നലാണ്. പക്ഷെ ഭഗവാന് മുന്നിലിരിക്കുമ്പോൾ എനിക്ക് വരുന്ന പല തോന്നലുകളും പിന്നെ സത്യമായിട്ടുണ്ട്. ആ പേടി കൊണ്ടാ ഞാൻ പറയുന്നേ. ഏട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വരുണിനെ അല്ലേ? യെസ്, അതെനിക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് മോളുടെ മനസ്സിൽ തോന്നിയ പേടിയില്ലേ, അതെന്നെ നുള്ളിക്കളഞ്ഞേക്ക്. ഏട്ടൻ വരുണിന്റെ കൂടെ തന്നെ ഉണ്ടാവും.